നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ഹൗ ടു കാൽക്കുലേറ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നമുക്ക് എങ്ങനെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാം, അത് കണ്ടുപിടിക്കാനുള്ള റൂൾസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വഴി നോക്കാം. ഫസ്റ്റ് വൺ 445. ഇതെന്താണ്? ഒരു നോൺ സീറോ നമ്പർ ആണ്. നോൺ സീറോ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ അല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ നോൺ സീറോ നമ്പേഴ്സ് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഒരു നോൺ സീറോ നമ്പേഴ്സ് ആണ്. നോൺ സീറോ നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അപ്പൊ ഇത് എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. സോ ഹിയർ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ് എക്സാമ്പിൾ 001200. ഇനി നെക്സ്റ്റ് നമ്മൾ റൂൾ പഠിക്കാതെ ഫസ്റ്റ് നോൺ സീറോ ടു ദ ലാസ്റ്റ് നോൺ സീറോ എല്ലാം എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഹിയർ ഫസ്റ്റ് നോൺ സീറോ ഏതാണ്? 1 ആണ് ഫസ്റ്റ് നോൺ സീറോ. ലാസ്റ്റ് നോൺ സീറോ എന്താണ്? 2 ആണ്. സോ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ദിസ് സ്റ്റാർട്ടിംഗിലുള്ള 2 സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല, ആൻഡ് ദിസ് എൻഡിംഗിലുള്ള ട്രയലിംഗ് സീറോസ് എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 01360. സെയിം റൂൾ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ദിസ് സീറോ എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ട്രയലിംഗ് ആയിട്ടുള്ള സീറോ എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ദാറ്റ് മീൻസ് ഫസ്റ്റ് നോൺ സീറോ ടു ദ ലാസ്റ്റ് നോൺ സീറോ. ഫസ്റ്റ് നോൺ സീറോ ടു ദ ലാസ്റ്റ് നോൺ സീറോ. ഹിയർ ഓൾസോ 3. നെക്സ്റ്റ് എക്സാമ്പിൾ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഡെസിമൽ ഉണ്ട്. ഡെസിമൽ വരുമ്പോൾ റൂളിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. എന്താ നോക്കാം. 160.0. ഡെസിമൽ വരുമ്പോൾ എന്താണ്? ഫസ്റ്റ് നോൺ സീറോ ടിൽ എൻഡ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നോൺ സീറോ ടിൽ എൻഡ്. ഇവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ എന്താണ്? 1 ആണ്. ടിൽ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് 0 ആണ്. സോ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാവും. ഇവിടെ ഡെസിമൽ വരുന്നത് കൊണ്ടാണ് ശ്രദ്ധിക്കണം. ഡെസിമൽ ഇല്ലാത്ത കേസിലൊന്നും നമുക്ക് ഈ സീറോസ് ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സിഗ്നിഫിക്കന്റ് ആയിട്ട്. ഈ ഒരു ഡെസിമൽ വരുന്ന കേസിൽ ഫസ്റ്റ് നോൺ സീറോ ടിൽ എൻഡ് എന്താണ്? ഡെസിമൽ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഹിയർ ഒരു ഡെസിമൽ ഉണ്ട് 00160. ഫസ്റ്റ് നോൺ സീറോ ടിൽ എൻഡ് ആണ് നമ്മുടെ റൂള്. അപ്പൊ ഫസ്റ്റ് നോൺ സീറോ ടിൽ എൻഡ്. സോ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ് കേസിൽ പോയിന്റ് ആയിട്ട് 000173. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ ഏതാണ്? ദിസ് 1 ആണ്. ടിൽ എൻഡ്. അപ്പം ഇവിടെയും 3. നെക്സ്റ്റ് ഈ എക്സാമ്പിൾസിലൂടെ നോക്കാം. 0.800. ഡെസിമൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോൺ സീറോ ടിൽ എൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ റൂള്. സോ ഫസ്റ്റ് നോൺ സീറോ ഏതാണ്? 8 ആണ്. ടിൽ എൻഡ് എന്ന് പറഞ്ഞാൽ ഈ സീറോസ് ഒക്കെ എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇവിടെ 0 3. ഇവിടെ നോക്ക്, ഇവിടെ ഡെസിമൽസ് ഒന്നുമില്ല. ഫസ്റ്റ് നോൺ സീറോ എന്താണ്? 5 ആണ്. ടിൽ എൻഡ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല, കാരണം ഡെസിമൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇവിടെ ആദ്യം എന്താണ്? 5 മാത്രമേ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുള്ളൂ. സോ 1. നമുക്ക് 5 മാത്രമേ ഒരു നോൺ സീറോ നമ്പർ ആയിട്ട് വരത്തുള്ളൂ. ബാക്കി എല്ലാ സീറോസ്, ഈ സീറോസ് ഒന്നും എന്തല്ല, ട്രയലിംഗ് സീറോസ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ഇവിടെ ഡെസിമൽ ഇല്ലാത്ത കേസ് ആയതുകൊണ്ട്. സോ ഇവിടെ 1 ആയിരിക്കും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി കുറച്ച് എക്സ്പോണൻസ് പവേഴ്സ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പവേഴ്സ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ഇവിടെയുള്ള പവേഴ്സ് ഇതല്ല, ഒന്നും എന്തല്ല? ഇവരൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. പവർ മാറിയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം ഇവർ എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ഈ നമ്പർ ആണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ആണോ എന്ന് നോക്കുന്നത്. സോ ഇവിടെ 1 ഉള്ളു. അപ്പൊ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇവിടെ ഡെസിമൽ ഉണ്ട്. ഫസ്റ്റ് നോൺ സീറോ ടിൽ എൻഡ്. സോ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ ടിൽ എൻഡ്. സോ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. കാരണം ഡെസിമൽ വരുമ്പോൾ എന്താണ്? ഇതൊക്കെ എന്താകും? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആകും. ഈ കേസിൽ ഇതൊക്കെ എന്താകും? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആകും. ഡെസിമൽ വരുന്ന കേസിലുള്ള സീറോസിന് ആരാണ്? ഈ കേസിൽ നോക്കിക്കേ. ഇവിടെ നമുക്ക് നോക്കാം, ഡെസിമൽ ഉണ്ട് ഇവിടെ. സോ ഫസ്റ്റ് നോൺ സീറോ ടിൽ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇവിടെ 1 2 3 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഈ സീറോ വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. സോ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സ്പെഷ്യൽ വരുന്നുണ്ട് കേസിന്. ഇവിടുത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോസ് ആർ സിഗ്നിഫിക്കന്റ്. അതായത് 2 നോൺ സീറോസിന് ഇടയിലുള്ള ഒരു സീറോ എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതൊരു നോൺ സീറോ ആണ്. 1 നോൺ സീറോ ആണ്. ഈ ലാസ്റ്റത്തെ 1 നോൺ സീറോ ആണ്. അപ്പൊ ഈ നടുക്കുള്ള സീറോ എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഫസ്റ്റ് നോൺ സീറോ ടു ദ ലാസ്റ്റ് നോൺ സീറോ ആണ് ഡെസിമൽ ഇല്ലാത്ത കേസിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. സോ അപ്പൊ ഇത് രണ്ടും എന്തല്ല? ഫസ്റ്റ് 2 സീറോസ് എന്തല്ല? ഒരിക്കലും സിഗ്നിഫിക്കന്റ് അല്ല. ഈ മിഡിലുള്ള സിഗ്നിഫിക്കന്റ് ആണ്. എന്തുകൊണ്ടാണ്? സീറോ 2 നോൺ സീറോ ഡിജിറ്റിന്റെ ഇടയിലുള്ള സീറോ എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഇത് നോൺ സീറോ ഡിജിറ്റ് ആണ്, ഇത് നോൺ സീറോ ഡിജിറ്റ് ആണ്. അതിനിടയിലുള്ള സീറോ എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. സോ ഇവിടെ 4. അതിന്റെ വേറെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 8008. ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ ലാസ്റ്റ് നോൺ സീറോ. ഇതിനിടയ്ക്ക് 2 സീറോസ് ഉണ്ട്. ഈ 2 സീറോസ് എന്തായിരിക്കും?
സിഗ്നിഫിക്കന്റ് ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മുടെ റൂൾ പ്രകാരം എന്താണ്, ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. സോ ഇവിടെ 4 significant figures. Hope you understand this video. Thank you for watching.